പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. 2025 ഏപ്രിൽ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് എല്ലാവരുടെയും കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ട് നടത്തി. നമ്മൾ യാത്ര നടന്നു പോയപ്പോൾ, വാഹനം ഓടിച്ചപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ, ഓഫീസുകളിലായിരുന്നപ്പോൾ, സ്കൂളുകളിലായിരുന്നപ്പോൾ, ജോലി സ്ഥലങ്ങളിൽ എവിടെയാണോ അവിടെയൊക്കെ കർത്താവിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ കഴിഞ്ഞ പകൽക്കാലം നമുക്ക് തന്നതോർത്ത് കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കർത്താവ് നല്ല ഉറക്കം തന്നില്ലേ? എത്ര ശ്രേഷ്ഠകരമായി രാത്രിയിൽ കർത്താവ് നമ്മളെ കരുതി. ഈ ലോകം അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ, ദുഷ്ടതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ, നമ്മയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും കഴിഞ്ഞ രാത്രി കർത്താവ് കാത്തു പരിപാലിച്ചതോർത്ത് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. നമുക്കതേ പറയാനുള്ളൂ. നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ എഴുന്നേറ്റത്, ദൈവകൃപ. കർത്താവ് നമ്മളെ ഉണർത്തിയത് കൊണ്ടാണ് നമ്മൾ ഉണർന്നത്. കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് ശ്രേഷ്ഠമായിട്ട് അത്ഭുതകരമായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തുന്നതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ 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 ആമേൻ. ദൈവകൃപയിൽ നമ്മളെ സൂക്ഷിക്കുന്നതിനായിട്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി പഴയ നിയമസഭയെ പുലർത്തിയ ദൈവം, പരിപാലിച്ച ദൈവം ഇന്ന് പകൽക്കാലവും നമ്മളെ അത്ഭുതമായി സൂക്ഷിക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പകൽക്കാലം ഓർത്തോർത്ത് കർത്താവിന് നന്ദി പറയുക, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന നല്ല പിതാവാണല്ലോ അങ്ങ്. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ നാളും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവേ, വിവിധ സമയങ്ങളിൽ നിന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഇവരുടെ മേൽ പ്രത്യേക കൃപ വ്യാപരിക്കട്ടെ. ഇവരുടെ മേൽ പ്രത്യേക ദൈവിക സ്നേഹം ഇവർ അനുഭവിക്കട്ടെ. ഈ സന്ദേശം ഇന്ന് കേൾക്കുമ്പോൾ ഇവർ പ്രത്യേകമായി ദൈവശക്തിയിൽ നിറയപ്പെടുമാറാകട്ടെ. ഇതുവരെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചിട്ടില്ലാത്തവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആത്മശക്തിയാൽ നിറയട്ടെ. ആത്മാവിൻ്റെ സാന്നിധ്യം അറിയട്ടെ. ദൈവകൃപ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഇടവരണം. കർത്താവേ, ഇവരുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കണം. തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, വിളിച്ച വിളിയാനുള്ള ആശ ഇന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇവരുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കപ്പെടട്ടെ. ആമേൻ. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവ് ഇവർക്ക് കൃപ കൊടുക്കുന്നതിന് സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും രോഗശക്തികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് സൈനസൈറ്റിസിനാൽ ഭാരപ്പെട്ട് ദിവസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിനകത്ത് അലർജി വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇയർ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, കിഡ്നിയുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. കിഡ്നിയുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആരോഗ്യമുള്ളവരായി തീരട്ടെ. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ദീർഘായുസ്സുകൊണ്ട് കർത്താവെ അങ്ങ് തൃപ്തി വരുത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ കൃപയിൽ എല്ലാവരെയും പൊതിയണം. ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, പുതിയ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. സ്കൂളിൽ പഠിക്കുവാൻ ബുദ്ധിമുട്ട്, കോളേജിൽ പഠിക്കുവാൻ ബുദ്ധിമുട്ട്, സ്ട്രഗിൾ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബങ്ങൾക്ക്
കുടുംബങ്ങൾക്കകത്ത്, ഇന്ന് ഈ കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കകത്ത് ദൈവിക സന്തോഷവും സമാധാനവും വ്യാപരിക്കട്ടെ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണം, ദൈവ സാന്നിധ്യം പകരണം. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയിൽ കർത്താവ് ഈ പകൽക്കാലം നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രി അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു നടന്നത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ആമേൻ, ആമേൻ, കരമുയർത്തി സ്തോത്രം പറഞ്ഞ് ഇന്നലെ പങ്കെടുത്തവർക്കെല്ലാം അറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് കർത്താവ് തന്നത്. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്നലെ അനുഗ്രഹിച്ചതിലും അതിനായിട്ട് സ്തോത്രം, അതിലും അധികമായി നാളത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുകയും കൃപയിൽ പൊതിയുകയും ചെയ്യണം. അത്ഭുതങ്ങൾ നടക്കണം, ദൈവപ്രവൃത്തി നടക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ, പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഈ വാക്യം നമ്മുടെ കർത്താവിൻ്റെ ക്യാരക്ടറിനെ, നേച്ചറിനെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആമേൻ. നമ്മുടെ കർത്താവ് ആമേൻ സൗമ്യനാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, ക്ഷമാശീലനായ ദൈവമാണ്. ആ നല്ല കർത്താവ് ആമേൻ നമ്മളോട് പറയുക, ചതഞ്ഞ ഓട അത് ദുർബലമാണ്, അത് ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നിനും കൊള്ളത്തില്ല, ഉപയോഗശൂന്യമാണ്, എടുത്ത് ചുരുട്ടി കൂട്ടി കളയാനേ പറ്റുള്ളൂ. പുകയുന്ന തിരിയെന്ന് പറഞ്ഞാലോ അതും ഇതുപോലെ തന്നെയാണ്, ഏത് സമയവും കെട്ടുപോകും. കഷ്ടിച്ച് ചില വെളിച്ചം നൽകുന്നു, കെടുത്തിക്കളയാവുന്ന ആരും കെടുത്തിക്കളയും, കാരണം അത് പുകയുന്ന തിരിയാണ്. എന്നിരുന്നാലും കർത്താവ് പറയുക, ഈ രണ്ടവസ്ഥയിലായിരുന്നാലും കർത്താവ് അതിനെ കൈവിടത്തില്ല, കർത്താവ് അതിനെ ഉപേക്ഷിക്കത്തില്ല. അതായത് തകർന്നു പോയതായിക്കോട്ടെ, പരാജയപ്പെട്ടു പോയതായിക്കോട്ടെ, ഉപേക്ഷിക്കപ്പെട്ടു പോയതായിക്കോട്ടെ, ആമേൻ, ആർക്കും വേണ്ടാതൊരു തള്ളിക്കളഞ്ഞതായിക്കോട്ടെ, കർത്താവിൻ്റെ സ്നേഹം കണ്ടോ, അത് കർത്താവ് ആർദ്രതയോടും സ്നേഹത്തോടും കൂടെ കർത്താവ് അതിനെ പരിപാലിക്കുകയും അതിനെ വീണ്ടും ഉത്തേജിപ്പിക്കുകയും വീണ്ടും ശക്തി പ്രാപിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ആ ആഴമേറിയ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കേ, കോർപ്പറേറ്റുകളിലേക്ക് നോക്കിക്കേ, കമ്പനികളിലേക്ക് നോക്കിക്കേ, അല്ല ഓരോ വ്യക്തികളിലേക്ക് നോക്കിക്കേ, ചതഞ്ഞതിനെ ആർക്കാ വേണ്ടത്? ദുർബലമായതിനെ ആർക്കാ വേണ്ടത്? തള്ളപ്പെട്ടതിനെ ആർക്കാ വേണ്ടത്? അവൻ പ്രയോജനമില്ലാത്തതിനെ ആർക്കാ വേണ്ടത്? ആമേൻ. അതെല്ലാം തള്ളിക്കളയുക ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് എന്നാ ചെയ്യുന്നത്? അങ്ങനെ തള്ളിക്കളയുന്ന കർത്താവല്ല, അവൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അവൻ കർത്താവിൻ്റെയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. എത്ര താഴ്ന്നു പോയിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, എത്ര തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, എത്ര നശിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ആ കൈ ഉയർത്തി യേശു എന്നൊന്ന് വിളിച്ചാട്ട് ആ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയത്തില്ല, കരിന്തിരിയെ അല്ലെങ്കിൽ പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയുന്ന ദൈവമല്ല, അവൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാം. നമ്മളൊക്കെ തകർന്നു പോയവരല്ലേ, നമ്മളൊക്കെ നശിച്ചു പോയെന്ന് എല്ലാവരും പറഞ്ഞതല്ലേ, പക്ഷേ എല്ലാവരും കൈവിട്ടപ്പോൾ കർത്താവ് കൈപിടിച്ച് തകർച്ചയെ മാറ്റി. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. തകർച്ചയെ മാറ്റി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി തന്നില്ലേ. ആമേൻ. ആരും വേണ്ടാന്ന് പറഞ്ഞിടത്ത് കർത്താവ് കയറി കൈ പിടിച്ചിട്ട് കർത്താവ് നമ്മളെ ആദരിച്ചില്ലേ, കർത്താവ് നമ്മളെ മാനിച്ചില്ലേ. അതുകൊണ്ട് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ കർത്താവിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയുക. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ചതഞ്ഞ ഓടയെപ്പോലെ, അല്ലെങ്കിൽ ഞാങ്ങണ ചതഞ്ഞ് അരഞ്ഞു പോയി, ഇനി ഒന്നിനും കൊള്ളത്തില്ല, എടുത്ത് കളയാനേ ഉള്ളൂ. ആമേൻ. കരുതിരി കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ അതിനെ ഊതിക്കളയാനേ പറ്റത്തുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ പ്രത്യേകത അതിനെ എടുത്ത് യഥാസ്ഥാനപ്പെടുത്തി അത്ഭുതമാക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഏതവസ്ഥയിലായിരിക്കുന്നെങ്കിലും ആ കരമുയർത്തി യേശു എന്നൊന്ന് വിളിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഞങ്ങൾ ഈ കേട്ട വചനപ്രകാരം അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പാ, ഇന്ന് ചതഞ്ഞിരിക്കുന്ന, കെട്ടുപോകാറായിരിക്കുന്ന അവസ്ഥകൾ എന്ത് തന്നെയാണെങ്കിലും ആ അവസ്ഥയിലിരിക്കുന്നവർ യഥാസ്ഥാനപ്പെടട്ടെ, അവർ യഥാസ്ഥാനപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ യഥാസ്ഥാനപ്പെടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യമായിട്ട് ആ കർത്താവിനെ അങ്ങ് വിളിച്ചാൽ മതി കേട്ടോ. അവൻ കൈവിടത്തില്ല, ഒടിച്ച് കളയത്തില്ല, അവൻ എടുത്ത് ദൂരെ കളയത്തില്ല. അവൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽ തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്.